കലികൾ മൂലവേ തത്താല് പെണ്ണേ சேலை நெய்வேன் கண்ணே நாணத்தால் ஓராடை சூடிக்கொள்வேன் நானே ஆலோலம் കിളിമുത്തേവാ ആതിരരാവിലുറമ്പിലിയാ. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് എഴുന്നേക്കാൻ ലേറ്റായി, 8 മണി കഴിഞ്ഞിട്ടാണ് ഞാൻ എണീറ്റത്. കാരണം ബ്രേക്ക്ഫാസ്റ്റ് ഓൾറെഡി കറി ലിമ്പിൾ ഇന്നലെ രാത്രി വെച്ചു. അപ്പോൾ ഇന്നലെ അവർ പുറത്ത് പോയപ്പോൾ ബ്രെഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ബ്രെഡ് വാങ്ങിക്കുമ്പോൾ നമ്മൾ ഒരു ദിവസം സ്റ്റൂ വെച്ചിട്ട് ബ്രെഡും സ്റ്റൂ ആയിരിക്കും. അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു ഡേ ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് നേരം കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അലാറമൊക്കെ വെച്ചു, പക്ഷേ അലാറത്തിനെയൊക്കെ ഞാൻ തോൽപ്പിച്ച് കിടന്ന് ഉറങ്ങി. അതാണ് സത്യം. ഇന്ന് പ്രത്യേകിച്ച് ഒരു പരിപാടിയില്ലാത്തൊരു ദിവസമാണ്. ഇനിയിപ്പോൾ ചാക്കോച്ചൻ പ്ലാൻ ചെയ്യും, അതനുസരിച്ച് എൻ്റെ ലൈഫ് മുന്നോട്ട് പോകുന്ന സാധാരണ ഒരു ദിവസമായിരിക്കും. ഇനിയിപ്പം ചാക്കോച്ചന് പോട്ടെ, തോമുന് എന്താ കൊടുത്തു വിടുക എന്നുള്ളൊരു ആലോചനയിലാണ്. തോമുൻ എന്ന് പറയുന്ന സ്കൂളിൽ ഓറഞ്ച് ഡേ ആണ്. സ്കൂളിൽ നോക്കട്ടെ, സിമ്പിളായിട്ട് കൊടുത്തു വിടണമെന്നുണ്ട്. പക്ഷേ പിന്നെ ആലോചിക്കും അവിടെ പോയാൽ കഴിക്കുമല്ലോ എന്ന് വിചാരിക്കുമ്പോൾ എന്തെങ്കിലും കാര്യമായിട്ട് ഉണ്ടാക്കി കൊടുത്ത് വിടണമെന്നുണ്ട്. നോക്കട്ടെ എന്താ ചെയ്യാൻ പറ്റുകയെന്ന് നോക്കട്ടെ കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, അവന് കുറച്ച് ദിവസമായിട്ട് നൂലപ്പം ഭയങ്കര ഇഷ്ടമാണ്. അരിപ്പൊടി പലഹാരങ്ങൾ നല്ലതാണല്ലോ, ഹെൽത്തിന് നല്ലതാണ്. സ്റ്റീം ചെയ്ത് ഉണ്ടാക്കുന്ന സംഭവമാണല്ലോ. അറിയില്ല, നൂലപ്പം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ആ മാം വിചാരിക്കേണ്ടി എന്നും ആ വീട്ടിൽ നൂലപ്പമാണോ. പക്ഷെ ഇവൻ നൂലപ്പം ബാക്ക് ടു ബാക്ക് ചോദിക്കണമുള്ളൂ. നോക്കട്ടെ. അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ പുറത്ത് ചെടിക്ക് വെള്ളം ഒഴിക്കാം എന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു ഡേയിലേക്ക് കിടക്കാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഡേ വീണ്ടും ഞാൻ വിഷ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ എൻ്റെ ദിവസത്തെ പരിപാടി എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വന്ന് ചെടിക്കെല്ലാം വെള്ളം ഒഴിച്ചു. നല്ല വെയിൽ, രാവിലെ നല്ല നന്നാന്തര വെയിൽ. പാവം ചെടികൾ, ഞാൻ കുറച്ച് ചെടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചു, വെയിലത്തൊന്ന് മാറ്റി വെച്ചു. കാരണം നമ്മൾ എന്ത് വെള്ളം ഒഴിച്ചിട്ടും ഒരു കാര്യം ഉണ്ടാവണില്ല, ഭയങ്കര വെയിലാണ് കേട്ടോ. പിന്നെ ഈ മരം ഇല്ലാത്തത് കൊണ്ട് ഡയറക്റ്റ് ലൈറ്റ് അടിക്കുന്നതുകൊണ്ട് വേഗം അത് ഡ്രൈ ആവുകയാണ്. ഇപ്പം നമ്മളെ ആയാലും എന്ത് വെള്ളം തന്നെന്ന് പറഞ്ഞാൽ വെയിലത്തിരുത്തിയിട്ട് പാടല്ലേ എന്ന് പറഞ്ഞാൽ നമ്മൾ പാടിത്തളർന്ന് വീണു പോയില്ലേ, അതുപോലെ. അപ്പോൾ ഒരു 8:35 ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ നിന്നാൽ ലഞ്ച് ബോക്സ് എടുക്കാൻ വൈകും. ഞാൻ വേഗം താഴെ പോട്ടെ കേട്ടോ. 8:45 കേട്ടോ. ഞാൻ വേഗം ചായക്ക് വെച്ചിട്ടുണ്ട്. തോന്നുന്നുണ്ട് അതൊരു പാറ്റി വറുക്കുന്നുണ്ട് കേട്ടോ. ഡിമ്പിൾ എന്താ കൊച്ചിന് കൊടുത്തു വിടുന്നതെന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ പാറ്റി എടുത്ത് വറുത്തിട്ടില്ല. ഞാൻ തോമുനിതേ ബ്രെഡും ബട്ടർ, പക്ഷേ ജാമും കുറച്ച് ദിവസമായി കുട്ടി ചോദിക്കണം. ഞാൻ ഓർത്തു അത് ഉണ്ടാക്കി കൊടുത്ത് വിടാമെന്ന് വിചാരിച്ചു. എപ്പോഴും അങ്ങനെ ബ്രെഡും ജാമും കൊടുത്തു വിടാറില്ല. എന്തായാലും ഇന്നത് കൊടുത്തു വിടാമെന്ന് വിചാരിച്ചു. കുറച്ച് ജാമ ഉണ്ടെങ്കിൽ കഴിക്കില്ല, നല്ലപോലെ ജാം വേണം. അപ്പോൾ പിന്നെ ഇന്നലെ കൊണ്ടുവന്ന ബ്രെഡ് ഭയങ്കര സോഫ്റ്റ്, നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ ഇത് റെഡിയായി, കട്ട് ചെയ്ത് ബോക്സിൽ വെക്കാം. രണ്ട് പീസാക്കിയിട്ട് വെക്കാം. എന്നിട്ട് ആ പാറ്റിയും കൂടെ കുക്കാവട്ടെ കേട്ടോ. ഇന്നൊരു ചീറ്റ് ഡേ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടോ. അവന് ഇഷ്ടമുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുള്ള ചീറ്റ് ഡേ. അപ്പോൾ ഇന്നത്തെ ഇത് അകത്തോട് കൂട്ടാ. തോമുൻ്റെ ഓറഞ്ച് ഡേ ഡ്രസ്. വാ, ഡു യു ലൈക്ക് ഇറ്റ്? പോവാം, ബയോ പോവാം.
ഓച്ചുനെ കാണിച്ചിട്ട് പോ. തോമ ഡാഡിനെ കാണിച്ചാ? ഏയ് യോ ആർ യു ഹാപ്പി വിത്ത് ദിസ് ഡ്രസ്? പാച്ചു വേഗം കഴിച്ച് ഡ്രസ്സ് മാറതേ. തോമ ഡ്രസ്സ് മാറി പോവണ്ടേ? സ്കൂളില് പോവണ്ടേ? ചാക്കോ പാച്ചു വിളിക്കണ ചെല്ല്. അപ്പ വിളിക്കണോ? ദേ അപ്പ കുളിക്കാൻ വിളിക്കണൂട്ടാ. പാച്ചുട്ടിനെ കിട്ടിയേ. ചെവി പിടിച്ചാ? അപ്പാപ്പനാ കുറുമ്പ് കാണിച്ചാ ചെവി പിടിക്കും. ഓക്കെ ദേ പോണു. അങ്ങോട്ട് പോവാറ്. ഉമ്മ അവൻ കെട്ടിപ്പിടിച്ച് നിക്കുന്ന കണ്ട ഇത് സാമർത്ഥ്യം നോക്ക്. കണ്ടോ? അവനിട്ട് വെച്ച് താങ്ങും. തോമോടെ നിക്കട. അവൻ എന്തിനാ ചെയ്യുന്നത് മമ്മി കാണട്ടെ. നോക്ക് ഇപ്പൊ വരും കേട്ടോ. സ്കെച്ച് ചെയ്ത് വരും കേട്ടോ. കണ്ട വരുന്നുണ്ട്. ധീരെ തോറ്റ് തുന്നമ്മാടി വരുന്നുണ്ട്. എന്നെ കണ്ടിട്ട് പെട്ടെന്ന് പേടിക്കണ്ട കേട്ടോ. ഞാനൊരു നോസ് സ്ട്രിപ്പൊക്കെ ഇട്ടിട്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു. പാത്രമെല്ലാം കഴുകി വെച്ചു. ഡിമ്പിളിൻ്റെ അടിക്കൊന്നും പുറത്ത് പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അവർ അതിനെ പോയേക്കാണ്. പിന്നെന്താണ്, അപ്പം മമ്മി പറഞ്ഞു മമ്മിക്ക് കുറച്ച് നേരം ഒന്ന് കിടന്ന് ഉറങ്ങണമെന്ന് പറഞ്ഞു. ഉറക്കക്ഷീണമുണ്ട്. അപ്പം ഞങ്ങളോട് മുകളിലോട്ട് പൊക്കോളാൻ പറഞ്ഞു. കാരണം ഞങ്ങൾ താഴെ ഉണ്ടെങ്കിൽ ചാക്കോച്ചൻ ഒരു 1000 വട്ടം മമ്മീനെ മമ്മി എന്ന് വിളിച്ച് പുറകെ നടക്കും. അപ്പോൾ മമ്മിക്ക് എന്തായാലും ഉറങ്ങാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് അവനെ കുളിപ്പിക്കുകയും കൂടെ വേണമായിരുന്നു. കുളിപ്പിച്ച് ഞങ്ങളിതേ റൂമിലിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നമ്മുടെ നൈക്കയിൽ നിന്ന് ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് പുതിയൊരു ബ്രാൻഡിൻ്റെ നോസ് സ്ട്രിപ്പ് ട്രൈ ചെയ്തതാണ് കേട്ടോ. ഞാൻ മറ്റേ ഹിപ്പ് ഹോപ്പിൻ്റെ ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് നല്ല രീതിക്ക് മൂക്കിൽ ബ്ലാക്ക് ഹെഡ്സ് ഉണ്ട്. ബാക്ക് ടു ബാക്ക് വരും. എനിക്ക് പുറത്ത് പോയി ക്ലീൻ ചെയ്താലും അങ്ങനെ ഫുള്ളി ക്ലീൻ ആയതുപോലെ എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല കേട്ടോ. നല്ലപോലെ എൻ്റെ ബ്ലാക്ക് ഹെഡ്സ് പോയിരുന്നത് പണ്ട് മണ്ണാട് ഞാനൊരു പാർലറിൽ പോകുമായിരുന്നു കേട്ടോ. നമ്മുടെ ഇന്ദുസ് ബ്യൂട്ടി പാർലറിൽ ഞാൻ പോകുമായിരുന്നു. അപ്പോൾ ചേച്ചിയുടെ അവിടെ നല്ല വൃത്തിയിൽ എനിക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളത് ഇന്ദു ചേച്ചിയുടെ അടുത്ത് എടുക്കുമ്പോഴാണ്. ഇപ്പോൾ ചേച്ചിക്ക് ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ പെട്ടെന്ന് ഇന്ന് ബ്ലാക്ക് ഹെഡ്സിൻ്റെ കാര്യം ഓർത്തപ്പോൾ എന്താ ഇപ്പം ഇങ്ങനെയാണെന്ന് വിചാരിച്ചപ്പോൾ ഇന്ദു ചേച്ചിനെ ഞാൻ ഓർത്തു. അപ്പോൾ ഇന്ദു ചേച്ചിയുടെ പാർലറിലാണ് ഞാൻ പോയി ത്രെഡ് ചെയ്തിരുന്നതും വാക്സ് ചെയ്തിരുന്നതും ബ്ലീച്ച് ചെയ്തിരുന്നതും മുടി വെട്ടിയിരുന്നതും ഒക്കെ എനിക്ക് ഇന്ദു ചേച്ചിയാണ് ചെയ്ത് തന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്നെന്തോ പെട്ടെന്ന് ഇന്ദു ചേച്ചിനെ എനിക്ക് ഓർമ്മ വന്നു. ഇവിടെ ഞങ്ങൾ ഉറപ്പീരിന് വരുമ്പോഴും ഇന്ദു ചേച്ചിയാണ് എന്നെ ഒരുക്കി വിടുന്നതും ഒക്കെ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ കുറേ ബ്രൈഡൽ വർക്കൊക്കെ ചെയ്യുന്നുണ്ട് ചേച്ചി. കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ആള് ചെയ്യുമായിരുന്നെങ്കിലും പുറത്തോട്ട് അങ്ങനെ എസ്റ്റാബ്ലിഷ്ഡ് അല്ലായിരുന്നു ആ സമയത്ത്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, വീഡിയോസൊക്കെ ഇടുന്നുണ്ട്. ഇന്ദൂസ് ബ്യൂട്ടി പാർലറിനാണോ ഇന്ദൂസ് ബ്യൂട്ടി ക്ലിനിക് നെസ്റ്റെന്നോ അങ്ങനെ എങ്ങാണ്ടാണ് ചേച്ചി ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിരിക്കുന്ന പേര് കേട്ടോ. അത് ചാക്കോച്ചനുണ്ട് വൈപ്സ് എടുത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് എൻ്റെ കോൺസെൻട്രേഷൻ പോണത്. അപ്പോൾ ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഭയങ്കര റിവ്യൂ ഉണ്ട് ഇതിന്. അപ്പോൾ അതേ ഒട്ടിച്ചിട്ടുണ്ട്. മരുന്നൊന്നും കുടിക്കാറായിട്ടില്ല. എന്തപ്പത് അങ്ങനെ വിശേഷം. അപ്പം മമ്മി ലഞ്ചിന് എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ലഞ്ച് ചെയ്യാം, പിന്നെ ഉറങ്ങണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ കയറി പോകുന്നതാണ് കേട്ടോ. കാരണം ചാക്കോച്ചൻ സമ്മതിക്കില്ല ഉറങ്ങാൻ. അപ്പം ഞാൻ ഓർത്ത് അവനെ കൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കാം എന്ന് വിചാരിച്ചു. അപ്പം നോസ് സ്ട്രിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് വന്നപ്പോൾ തന്നെ എനിക്കൊന്ന് ട്രൈ ചെയ്യാൻ തോന്നി. ഒന്ന് ട്രൈ ചെയ്യണം. ഈശോ ഫോൺ എടുത്ത് അറിയണം ചൊക്കെ. ചാക്കോ എവിടെയാന്ന് കാണിച്ചു തരാം. ഹലോ, ഹൗ ആർ യു? ചാക്കോ
മഴ പെയ്യുന്നു മഴ പെയ്യുന്നു ഇടി വെട്ടുന്നു ടട്ടടട്ടട്ടട്ട മഞ്ഞു വേണ്ട ചാക്കോച്ചന്റെ നിക്കറ് കാണിച്ചു കൊടുത്ത നിക്കറ് എവിടെ നിക്കറ് എവിടെ ഇഷ്ടായോ നിക്കറ് വാവ് സൂപ്പർ ബോട്ടാണോ ഇട്ടിരിക്കണേ നല്ലതാണോ ഇഷ്ടായോ മഴ പെയ്യുന്നു ഇടി വെട്ടുന്നു കേക്കൂലേ ടട്ടടട്ടട്ടട്ട ഞാൻ നനഞ്ഞു ഉറങ്ങാൻ പോവാണ് കുട്ടി. എനിക്ക് ഈ ഒരു ഡയപ്പർ ഇഷ്ടമായി കേട്ടോ. ഒരു 2 മണിക്കൂറൊക്കെ താങ്ങുന്നുണ്ട് അല്ലേ ചാക്കോ? ചാക്കോ അതിനിടയ്ക്ക് ചുമ്മാ പറയും സൂസു വെക്കണോ? എന്ത് വേണ്ട? ഇതിപ്പോൾ 2 ബെഡ്ഷീറ്റ് എന്താണെന്ന് നിങ്ങൾ വിചാരിക്കും. കഴിഞ്ഞ ദിവസം ചാക്കോച്ചൻ അപ്പയും ഡയപ്പർ ചേഞ്ചിൻ്റെ ഇടയ്ക്ക് ചാക്കോച്ചൻ ബെഡയിലോട്ട് സൂസു വെച്ചു അല്ലേ ചാക്കോ? ഫുൾ സൂസു വെച്ചു. അത് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ നല്ലപോലെ യൂറിൻ പാസ് ചെയ്യുമല്ലോ. അപ്പോൾ നല്ലപോലെ പനിനീർ ബെഡയിലോട്ട് തളിച്ച് വെച്ചു. ഇത് ശരിക്കും ഇവിടെ ഒരു ഫിറ്റ്നസ് വേണം കേട്ടോ, അല്ലെങ്കിൽ യൂറിൻ ലീക്കായി പോവും. ഇത് കുഴപ്പമൊന്നുമില്ല. അമ്മയുടെ പൊന്നാരാ ഇതാരാ വാങ്ങിച്ചതെന്ന് അറിയോ ചാക്കോയ്ക്ക്? ഇത് നമ്മുടെ മുംതാസിത്ത പിള്ളേർക്ക് 3 പേർക്കും വാങ്ങിച്ചു കൊടുത്താണ് കേട്ടോ. വാവോ. ഇനി വേറൊരു കളറും ഉണ്ട്, പാച്ചുനും ഉണ്ട്, തോമ്പൂനും ഉണ്ട്, ചാക്കോച്ചനും ഉണ്ട് അല്ലേ? മുംതാസിത്ത വാങ്ങിച്ചു തന്നാണ് കേട്ടോ. ഓക്കെ, ചാക്കോച്ചന് തോമു ഇപ്പോൾ ഇത് വെച്ചിട്ട് കിടന്നുറങ്ങുക അല്ലേ? ഓക്കെ, ബൈ, ടേക്ക് കെയർ, സീ യു. ഞാൻ നനഞ്ഞു ഗോവേ ഞാനിത് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കതൊന്ന് തുറന്ന് നോക്കാം എന്താ അവസ്ഥ എന്നുള്ളത്. ഓ നൈസ്, കൊള്ളാട്ടോ. നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല. കണ്ട, ഞാൻ ബാക്ക് ക്യാമിൽ കാണിക്കാം കേട്ടോ. ഞാൻ ഇത്രയും നാൾ യൂസ് ചെയ്തതിൽ ദ ബെസ്റ്റ് നോസ് സ്ട്രിപ്പ് അത് ഞാൻ പറയും കേട്ടോ. കണ്ടോ നിങ്ങൾ? ഓ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ സാധനം. ഞാൻ മറ്റേ ഹിപ്പ് ഹോപ്പിൻ്റെ യൂസ് ചെയ്തിട്ട് പോലും എനിക്ക് ഇത്രയും നല്ലൊരു റിവ്യൂ എനിക്ക് കിട്ടിയിട്ടില്ല. എൻ്റെ മൂക്കിൽ നിന്ന് കിട്ടിയ വൈറ്റ് ഹെഡ്സ് ആണ്. എൻ്റെ മാതാവ് നോക്ക് നിങ്ങൾ. ഓ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, ഒരു രക്ഷയില്ല. സംഭവം എൻ്റെ മൂക്കിൽ നിന്ന് കിട്ടിയതാണെങ്കിലും ഓ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് എത്രത്തോളം വിസിബിളാന്ന് എനിക്ക് അറിയില്ല. അതായത് ഭയങ്കര വലുതായിട്ട് ഇരുന്നത് വരെ വന്നു, പൊളിച്ചു. ഇതേ വാഷ് ചെയ്ത് വന്നിട്ട് ഒരു മോയ്സ്ചറൈസർ ഇട്ടു കേട്ടോ. എന്തായാലും പോസൊക്കെ ഓപ്പൺ ആയതല്ലേ. ഞാൻ എൻ്റെ സാധനങ്ങളൊക്കെ ഞാൻ അപ്പുറത്ത് വെച്ചത് കൊണ്ട് ചാക്കോച്ചൻ്റെ സെറ്റാഫിൽ എടുത്ത് തേച്ചു ഞാൻ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. അതിനകത്ത് അവർ എഴുതിയിരിക്കുന്നത് 1 to 2 times എ വീക്ക് യൂസ് ചെയ്താലേ ഡിഫറൻസ് സഡൻ ഇത് അറിയുള്ളൂ. കാരണം എൻ്റെ മൂക്കിൽ നല്ല പോലെ വൈറ്റ് ഹെഡ്സ് ഉണ്ട്. ഇതിനകത്ത് വെള്ളം ഉണ്ട് ഓൾറെഡി. തലയിൽ മറിഞ്ഞ് വീഴും. എന്തിട്ടാ? ഓപ്പൺ ചെയ്യാനാണോ? പറ്റില്ല, ലോക്ക് ചെയ്ത് വെച്ചിരിക്കട്ടോ. ലീല മമ്മേനെ വിളിച്ചാലോ? മമ്മേനെ വിളിക്കാം. വിളിക്കും മമ്മാ. മാറ്റാൻ പറ്റണില്ല. ബിസിനസ് എന്തെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞു വന്ന ഞാനാണ്. ചാക്കോച്ചൻ എന്നെ ഓപ്പറേഷൻ കുബേര ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ ചാക്കോ? യാ, എൻ്റെ ബിസിനസ് ഫോൺ തന്നെ അവന് കളിക്കാൻ വേണം. ഒരു ഉമ്മ തരുമോ അമ്മയ്ക്ക്? ലീലമാമനെ വിളിക്കാം. മമ്മാ, പാപ്പി, 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 വായോ,
മാതാവേ നമ്മുടെ പൊന്നാരാ അതറിഞ്ഞാ മതി. എന്തിഷ്ടല്ലേ ചാക്കോച്ചനെ? കിട്ടിയില്ലേ ചാക്കോ? ആ എന്നാ പൊക്കോ. തൂത്ത് കഴിഞ്ഞില്ലേ ഇതുവരെ? എപ്പ ഏൽപ്പിച്ച ജോലിയാ ഞാനത്? അത് ഞാനത് തർജ്ജമ ചെയ്ത പോടാൻ പറ്റിയതോ. ചാക്കോ ഡാഡി വഴക്ക് പറഞ്ഞോ? ഡാഡി എന്താ പറഞ്ഞ മോനെ? ഡാഡി എന്തിനാ ഡാഡി കുട്ടിനെ അടിക്കുന്നു പറഞ്ഞേ? അങ്ങനെ പറഞ്ഞ ഡാഡി? ആ നിനക്ക് പോണ്ടേ? പിള്ളേര് ചേട്ടൻ കൊണ്ടിരുന്നു പോയാ? ഡാഡിയോട് പറ, ഡാഡിയോട് പറ. ആ ഡാഡിക്ക് അടി കിട്ടുന്നു. മമ്മി എനിക്ക് ഡ്രീം കളക്ഷൻ തരാന്ന് പറഞ്ഞതാ. പിന്നെന്താ? ഈ മേശൊന്നും അങ്ങനെ അടുപ്പിക്കാൻ പറ്റുമോ? എനിക്ക് അവിടെ സാധനങ്ങൾ എടുക്കേണ്ട കാരണ. അല്ല എന്തായാലും ഭക്ഷണം ആ അടിയോ? എനിക്കോ? ഞാൻ തോന്നുവല്ല, ഞാൻ വീണ്ടും വീണ്ടും പറയണോ? സങ്കടായി. ഉണ്ട് പറ്റി. ഡാഡി ഗേറ്റ് തുറന്നിട്ട് പോവായിരിക്കും. ഡാഡി 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 മഴ പെയ്യുന്നു. ഹലോ ഹലോ ഇവിടെ വാ. സിഗ്നൽ കാണിക്കുന്ന മനുഷ്യനോ? പേപ്പ വരുന്നുണ്ടോ? പേപ്പ പേപ്പാ വേഗമായോ. കൈകൊട്ട് നിൽക്കുക. ദൈവമേ, ഓറഞ്ച് ബനിയനുണ്ടോ? അപ്പം ഞങ്ങളിത് താഴെ വന്നു. പിള്ളേർ മേളമൊക്കെ ആയിട്ട് ആ തിരക്കങ്ങ് കഴിഞ്ഞു. ഇതിനിടയ്ക്ക് ഡിമ്പിളും പാച്ചുവും മുനമ്പത്തേക്ക് തിരിച്ചു പോയി. അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ നടന്നു. 5 മണിയാകുമ്പോൾ അവർ പോയി. ഓൾറെഡി അവരുടെ വീട്ടിലെത്തി. വിളിച്ച് പറഞ്ഞു എത്തിയെന്ന് പറഞ്ഞിട്ട്. ബാക്ക് ടു നോർമൽ ഹോം. പിള്ളേർക്ക് ഭയങ്കര ഇനി ലോൺലിനെസ് ആയിരിക്കും. ഞാൻ കാണിക്കാം കേട്ടോ. ആ വീണോ? ടാറ്റാ. അയ്യോ അമ്മേ. ചാക്കോ എൻ്റെ ഷർട്ട് ഇഷ്ടായോ? തോമു ചാക്കോച്ചൻ്റെ ഷർട്ട് കൊള്ളാമോ? ചാക്കോ അമ്മയുടെ പൊന്നാര. അല്ല, ഇത് നമ്മളിപ്പോൾ തോമുന് സർപ്രൈസ് കാണിക്കാൻ വേണ്ടി ഇതേ പോണു. നോക്ക്, സർപ്രൈസ് കാണിക്കാൻ വേണ്ടി ഡ്രസ്സ് ഇടാതിരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. തോമുവിന് വേണ്ടി അപ്പോൾ ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ട്, അത് കാണിക്കാനാണ്. ഓക്കെ, ശരി ഇതല്ല കേട്ടോ ശരിക്കുള്ള സാധനം തോമു. അപ്പം കാണിക്കും കേട്ടോ, അത് തിരിച്ചു വെക്കണം കേട്ടോ. ഇതൊന്നും സർപ്രൈസിലെന്ന് അവന് മനസ്സിലായി. എന്തോ? That is a surprise. എന്തിട്ടെന്നറിയോ തോമോ? അത് സിസേഴ്സ് വേണോ? സിസേഴ്സ് വേണോ?
വൈ അപ്പൊ ഓപ്പൺ ചെയ്ത് തന്നാ മതിയോ? അതെന്താന്നറിയാ തോമുന് ഇഷ്ടമുള്ളൊരു സംഭവ ടോയ്. ഒരു വേർഡ് വന്നു പാർക്കാക്കാം. തോമു ആർ യു എക്സൈറ്റഡ്? എന്തായിരിക്കും ഉള്ളില്? യു ഡോണ്ട് നോ? ഓ കഷ്ടായല്ലോ. തോമുന് ഇഷ്ടമുള്ളൊരു സംഭവം അപ്പ ഓർഡർ ചെയ്താണ് കേട്ടോ. ഓപ്പൺ ആക്കുമ്പോൾ യു വിൽ ബി സർപ്രൈസ്. ഓ വാവ്, യു നോ? ഇതെന്താ തോമു? ഇത് കാറ് പാർക്ക് ആക്കുന്ന സ്ഥലമാണിത്. നോക്ക്, ഇതാണ് സംഭവം. തോമുന് സർപ്രൈസ് ഉണ്ടോ? ബൈക്ക് വർക്ക് ചെയ്യാൻ അവിടെ വേറെ കാർ വെച്ചിട്ടില്ല. അപ്പൊ വേറെ വെച്ചിട്ടാ ഈ ഡോഡ്ജ് ഇവിടെ പറഞ്ഞു. വണ്ടിപ്രാന്തന്മാരുടെ സംഗമം. ഇത് എവിടുന്നാ വാങ്ങിച്ചെന്നറിയോ? എവിടുന്നറിയോ? നോട്ടോയ് .in വാങ്ങിച്ചതെന്ന അപ്പ. തോമോ ഇഷ്ടായോ? ഇതെന്താണ് സാധനം? ഇതാണോ പാർക്കിംഗ് മാറ്റ്? തോമന് ഇഷ്ടായോ? തോമ അപ്പൊ ഇവിടെ താങ്ക് യു പറഞ്ഞോ? ഇത് വെബ്സൈറ്റിൽ നിന്നാണോ വാങ്ങിച്ചത്? nototoy.in വെബ്സൈറ്റ് ആട്ടോ അത്. ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം. വണ്ടി ഭ്രാന്തന്മാരായ അപ്പനും മക്കൾക്കും ഇത് നന്നായിരിക്കും അല്ലേ തോമോ? ഓ, എൻട്രൻസ് സിഗ്നൽ ഉണ്ട്, ജനറൽ സിഗ്നൽ ഉണ്ട്, ബമ്പുണ്ട്, എക്സിറ്റ് ഉണ്ട്, ഫുൾ. ഇത് ഡോൺ ചേട്ടൻ കണ്ട വഴിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഓർഡർ ചെയ്തതാണ് കേട്ടോ ഈ സാധനം. സംഭവം ഇവിടെ 2-3 ദിവസമായി വന്നിരിക്കുന്നു. ഞാൻ ഇതുവരെ പൊട്ടിച്ച് നോക്കിയിട്ടില്ലായിരുന്നു. തോമുന് സർപ്രൈസ് ആയിട്ട് അപ്പൊ തന്നാണോ? ആർ യു ഹാപ്പി? വാവ്, ഞാൻ കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എന്താ പറയുക, ഞാൻ കുറച്ച് പുതിയ പ്രൊഡക്ട്സ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. വലിയ കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ആ നോസ് സ്ട്രിപ്പാണ് കേട്ടോ. പിന്നെ ഞാൻ ഈ നട്ടപ്പാതിരയ്ക്ക് ഒരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്. വാലൻറ്റൈൻസ് ഡേ അല്ലേ നാളെ. ഇത്രയും വർഷം മുടക്കിയിട്ടില്ല ഗിഫ്റ്റ് കൊടുക്കണത്. ഇപ്രാവശ്യം എനിക്കെന്തോ വാങ്ങിക്കാൻ പറ്റിയില്ല. പിന്നെ തിരക്കും കാര്യങ്ങളൊക്കെ ആയത് കാരണം പറ്റിയില്ല. അപ്പം ഇനി നാളെ രാവിലെ തന്നെ ഞാൻ നിന്നാൽ ചിലപ്പോൾ എനിക്ക് കിട്ടിയെന്ന് വരില്ല. ഞാൻ ചുമ്മാ ഇൻസ്റ്റാമാർട്ട് എടുത്ത് നോക്കിയപ്പം ഇപ്പോഴും അവൈലബിൾ ആണ്. ഞാൻ വേഗം ഓർഡർ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ബാത്റൂമിലാണ് വെച്ചത്. കാരണം ഡോൺ ചേട്ടൻ രാവിലെ നേരെ ബാത്റൂമിലാണ് സന്യാസത്തിന് പോവുക. കഴിഞ്ഞ പ്രാവശ്യം ഷൂ ആണ് വാങ്ങിച്ചു കൊടുത്തത്. പ്രാവശ്യം നോക്കട്ടെ, എന്നെക്കൊണ്ട് പറ്റണത് ചെയ്യുക. അതായത് ഈ ഒരു നട്ടപ്പാതിരിക്ക് ഞാൻ വേറെ പലതുമാണ് പ്ലാൻ ചെയ്ത് വെച്ചത്. പക്ഷെ നമ്മളെപ്പോഴും പ്ലാൻ ചെയ്യണ പോലെ എല്ലാം നടക്കണമെന്നില്ലല്ലോ. കുറച്ച് ഫിനാൻഷ്യൽ ടൈറ്റായിപ്പോയി. ഞാൻ വിചാരിച്ചതിലും കുറച്ച്
ഒരു ഹൈ റേഞ്ചിലുള്ള സാധനം ഞാൻ നോക്കിയത്. എനിക്ക് വിചാരിക്കാത്ത കുറേ പിന്നെ യൂട്യൂബിൽ വീഡിയോ ഇടാതെ ഇരുന്നപ്പം റവന്യൂ ഇല്ലാണ്ടായി. അല്ലാണ്ട് എനിക്ക് ഈ പറഞ്ഞ പോലെ പിള്ളേരുടെ കാര്യങ്ങൾ, വീട്ടിലെ കാര്യങ്ങൾ എന്ന് വെച്ചാൽ വീട്ടിലെ ഫുൾ ബേർഡനൊന്നും എനിക്ക് എടുത്തു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവരുടെ കാര്യം അവർ നോക്കും. എന്നാലും എന്ത് പറഞ്ഞാലും എൻ്റെ അപ്പനും അമ്മയാണല്ലോ. അപ്പോൾ എനിക്ക് എൻ്റേതായ കുറേ റെസ്പോൺസിബിലിറ്റീസ് ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്. ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് യൂട്യൂബ് തുടങ്ങിയ സമയം തൊട്ട്. അപ്പോൾ അതൊക്കെ ചെയ്യണം. നമ്മളല്ല യൂട്യൂബിൽ ഇൻകം ഇല്ലാണ്ടായപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി തുടങ്ങി. മീൻസ് അങ്ങനത്തെ ഭയങ്കര ബുദ്ധിമുട്ടല്ല, എന്നാലും നമുക്ക് തന്നെ കിട്ടിയിട്ട് പെട്ടെന്ന് ഡോൺചേട്ടനോടൊക്കെ ചോദിക്കാമെന്ന് പറയുമ്പോൾ എനിക്കത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. സോ ഞാൻ എന്ത് ചെയ്തു, മിണ്ടിയില്ല. നമുക്ക് എല്ലാ വർഷവും വാലൻറ്റൈൻസ് ഡേ വരുന്നുണ്ടല്ലോ, അടുത്ത വർഷം നമുക്ക് തകർക്കാം. അല്ലെങ്കിൽ വെഡ്ഡിങ് ആനിവേഴ്സറി ഉണ്ട്, ഇനിയിപ്പോൾ 2 വെഡ്ഡിങ് ആനിവേഴ്സറി ഉണ്ട് ഒരു വർഷം. കോമഡിയാണ്. എനിവേ ഞാൻ ആ സാധനം വാങ്ങിച്ചിട്ട് പറ്റുവാണെങ്കിൽ വീഡിയോ എടുക്കാം, ഇല്ലെങ്കിൽ ഞാൻ ഇതോടെ വൈൻഡപ്പ് ചെയ്യും. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി 11:26 ഓർഡർ ഓൾറെഡി പാക്ക് ചെയ്തു. ഇപ്പോൾ വരുമായിരിക്കും. ഇത് കണ്ടോ, ഓർഡർ ഈസ് പാക്ഡ്. അപ്പോൾ ഞാൻ താഴെ പോട്ടെ കേട്ടോ, ഇല്ലെങ്കിൽ മമ്മി പെട്ടെന്ന് എന്താവുമെന്ന് വിചാരിക്കും, ഞാൻ ഈ വാങ്ങിക്കുന്നത് എന്താവുമെന്ന് വിചാരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ പോയിട്ട് വരാം കേട്ടോ. നമ്മുടെ ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഒരു മിഠായി വാങ്ങിച്ചു കേട്ടോ ഞാൻ. ഇത് ഞാൻ വളരെ കഷ്ടപ്പെട്ട് എഴുതിയ ഒരു ലെറ്ററാണ്. എല്ലാ വർഷവും ഞാൻ മാക്സിമം മുടങ്ങാണ്ട് ഞാൻ കൊടുക്കാറുണ്ട്. ഇന്ന് ഈ പ്രാവശ്യം എനിക്ക് ഈ തുണ്ട് പേപ്പർ കിട്ടിയുള്ളൂ കേട്ടോ. അപ്പോൾ കറക്റ്റ് 12 മണിയാവാൻ പോവാണ്, ഞാൻ കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ.